ഈ ഓണക്കാലത്തെങ്കിലും മാവേലിയെ നമ്മൾ ഓർക്കണം. ആ നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? അളിയന്റെ ഇറങ്ങിക്കോ. ഇതാണോ രാജമോനെ വർമ്മ സാറിന്റെ വീട്? ആ അതെ. അമ്മോ, ഇതുപോലത്തെ 100 കൊട്ടാരങ്ങൾ വേറെയും കാണൂലേ? അളിയന്റെ അമ്മ വാ. ചെറുമേ, ദേ രാജു വന്നു. വരൂ. ഇത് എന്റെ അളിയന്റെ അമ്മയാ. പേര് കൊച്ചമണി. കൊച്ചമ്മണി എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാ. ശരിയായ പേര് ചാരുലത എന്നും ആര്യാദേവി എന്നുമാ. എല്ലാത്തിന്റെയും കഴുത്തിൽ എന്തോരം സ്വർണമാ കിടക്കുന്നത്. എല്ലാരും കൂടെ പൂക്കളം ഇടുവായിരുന്നല്ലയോ? അതെ. ഓ, ഇപ്പൊ എവിടാ ഓണപ്പൂക്കള്? മണ്ണില് മുഴുവനും മനുഷ്യര് വിഷം അടിച്ച് കയറ്റിയിരിക്കല്ലയോ? ഓ, ഞങ്ങളുടെ കാലത്ത് ചിങ്ങം പിറന്നാല് ഞങ്ങളുടെ പറമ്പിൽ ഓണപ്പൂക്കളുടെ പെരുന്നാളായിരുന്നു. അന്നത്തെ ഓണക്കാലമായിരുന്നു ഓണക്കാലം. അത്തം മുതൽ ഉത്രട്ടാതി വരെ വട്ടക്കളി, കോലുകളി, ഓണക്കളി, പന്തുകളി, ഓ എന്ന് വേണ്ട. നാട്ടിൻ പുറത്ത് ഒത്തിരി കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഞാന് കൈകൊട്ടിക്കളിയുടെ ആശാട്ടിയായിരുന്നു. ആശാട്ടി. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളം പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. വല്യമ്മച്ചിട്ട് പാട്ടേ അടിപൊളി. ഇനിയും പാടണം. ഓണം നമുക്ക് തകർക്കണം. തകർക്കണം. രാജുമോനെ, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിട്ടാ. ഇത് വർമ്മ സാറിന്റെ അനുജൻ ശേഖര സാറിന്റെ വൈഫ് യാമിനി മാഡം. ഇത് അപ്പു, യാമിനി മാഡത്തിന്റെ മകളാ. ഇത് പിന്നെ മോള്. രാജു, പൂക്കളിടാനുള്ള കളം രാജു വരയ്ക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? ശരി മാഡം. ആമ്പലും അമ്പിളിയും പോലെ രണ്ടുപേര് എന്തൊരു ചേർച്ച. അകലെ